കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കിരുബയേ കിരുബയേ മാറാத நல்ல கிருபையே, கிருபையே கிருபையே மாறாத நல்ல கிருபையே. உங்க கிருபைதான் என்னை நடத்துகின்றது, உங்க கிருபைதான் என்னை தாங்குகின்றது, உங்க கிருபைதான் என்னை தாங்குகின்றது, உங்க கிருபைதான் என்னை நடத்துகின்றது. உடைக்கப்பட்ட நேரத்திலெல்லாம் என்னை உருவாக்கின கிருபை இது. ஆமென். உடைக்கப்பட்ட நேரத்திலெல்லாம் என்னை உருவாக்கின கிருபை இது. கிருபையே கிருபையே ചേർന്ന് അറിയാവുന്നവർക്ക് പാടാം. മാറാത നല്ല കിരുബൈയേ, ആമേൻ. കിരുബൈയേ കിരുബൈയേ മാറാத நல்ல கிருபையே, உங்க கிருபைதான் என்னை தாங்குகின்றது, உங்க கிருபைதான் என்னை நடத்துகின்றது, உங்க கிருபைதான் என்னை தாங்குகின்றது, உங்க கிருபைதான் என்னை நடத்துகின்றது. ஒன்றுமில்லா நேரத்திலெல்லாம் எனக்கு உதவி செய்த கிருபை இது. ஆமென். ചേർന്ന് പാടാറിയാണ്. ஒன்றுமில்லா நேரத்திலெல்லாம் எனக்கு உதவி செய்த கிருபை இது. ஆமென். கிருபையே கிருபையே மாறாத நல்ல கிருபையே, ஆமென். கிருபையே கிருபையே மாறாத நல்ல கிருபையே, உங்க கிருபைதான் என்னை தாங்குகின்றது, உங்க கிருபைதான் என்னை நடத்துகின்றது, உங்க கிருபைதான் என்னை தாங்குகின்றது, உங்க கிருபைதான் എന്നെ നടത്തുകിന്റത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. അല്പസമയം ദൈവവചന ധ്യാനത്തിനായിട്ട് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. And for today's meditation, let's turn our attention to the book of Acts. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് 39-ാമത്തെ വാക്യം വായിക്കാം. ദൈവത്തിന് The book of Acts chapter 8 verse 38. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം വായിക്കാം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ അതിൻ്റെ 39-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. And we read from the book of Acts chapter 8 verse 39. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി എന്ന് നമുക്ക് കാണും. There we read, when they came up out of the water, the Spirit of the Lord snatched Philip away. The eunuch never saw him again, but went on his way rejoicing. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം കർത്താവിൻ്റെ
ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം നടന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. And in the book of Acts of Apostles, all that we read is the work and mission carried out by the disciples after Lord Jesus was ascended into heaven. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത വൈദ്യനായ ലൂക്കോസാണ് ഈ പുസ്തകം എഴുതിയത്, ഡോക്ടർ ലൂക്കോസ്. And the speciality of this book is that the Luke, who was one of Jesus' disciples, who was a physician, wrote this book. പ്രവൃത്തിയുടെ പുസ്തകം സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ്, ഒരു പാലമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. And the book of Acts is a book, it acts like a bridge that links between the gospel and the epistles. അത് മാത്രമല്ല, ഈ പുസ്തകം ന്യായപ്രമാണത്തിൻ്റെ അവസാനവും കൃപായുഗത്തിൻ്റെ ആരംഭവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And this book marks the end of the olden period of the Olden Testament, and it marks the beginning of the new covenant that we have. അത് മാത്രമല്ല, ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചാൽ വീര്യപ്രവൃത്തികൾ കാണാം, അത്ഭുതങ്ങൾ കാണാം, ആദിമസഭയുടെ വലിയ മിറക്കിൾസ് അല്ലെങ്കിൽ മാർവലസ്, വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ ഒരു പുസ്തകമാണ് പ്രവൃത്തിയുടെ പുസ്തകം. And when we read this book throughout, we can understand there are several deeds that are done by the Holy Spirit, several good deeds, all the miracles and marvelous ways in which Lord has led his children. അങ്ങനെ കൃപായുഗത്തിൻ്റെ ആരംഭം, പരിശുദ്ധാത്മാവിൻ്റെ ആരംഭം, ന്യായപ്രമാണത്തിൻ്റെ അവസാനം, ഇങ്ങനെ ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ പുസ്തകമായിട്ട് ഈ പുസ്തകത്തിൻ്റെ എല്ലാ താളുകളും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. And when we read each chapter of this book, it marks the beginning of the era of Holy Spirit, it marks the beginning of the era of grace. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് രണ്ട് പേര് തമ്മിൽ കണ്ടുമുട്ടി, അതിനുശേഷം സന്തോഷം ഉണ്ടായി, സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി എന്നാണ് നമ്മൾ വായിച്ചത്. And in this chapter, when we read, in the verse especially that we read, we understand that there were two people who met with each other and they were quite joyous and happy after that meeting. ഇവര് പരസ്പരം പരിചയമില്ലാത്തവരായിരുന്നു, രണ്ട് രാജ്യങ്ങളിൽ രണ്ട് ഭാഗത്തുള്ളവരായിരുന്നു. And these two people, they were completely strangers to each other. They belonged to two different countries. ഇതിൽ സന്തോഷിച്ച വ്യക്തി എത്യോപ്യയിലെ, ഇന്നത്തെ സൂഡൻ എന്ന് പറയും, എത്യോപ്യയിലെ ധനകാര്യ മന്ത്രിയായിരുന്നു ഷണ്ണൻ എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And from the word of God we understand that this eunuch belonged to Ethiopia or the modern day Sudan, and he was the then finance minister of that time. അദ്ദേഹം സൂഡനിൽ നിന്ന് അല്ലെങ്കിൽ എത്യോപ്യയിൽ നിന്ന് ഒരു സന്തോഷം തേടി താൻ യെരുശലേമിലെ ആരാധനയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. And we know this man here, this eunuch, he left his country and is coming to Jerusalem to see that joy through the worship. എന്നാൽ യെരുശലേമിലെ ആ പെരുന്നാളിനെ കൂടിയിട്ട് താൻ മടങ്ങി പോകുന്ന ആ യാത്രയിലാണ് തനിക്ക് ആ സന്തോഷം ലഭിക്കുവാൻ ഇടയായി തീർന്നത്. And he decided to participate in the feast during that time in Jerusalem, and while on his way back is the incident that happened that we read here. നമ്മൾ ഓർക്കണം, ഇന്നത്തെ രീതിയിലുള്ളതായ വേദപുസ്തകങ്ങളോ ഇന്നത്തെ ഡിജിറ്റൽ സമ്പ്രദായങ്ങളോ മൊബൈൽ ഫയലിലുള്ള വാക്യങ്ങളോ ഇതൊന്നുമില്ല. അന്ന് വേദപുസ്തകം കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. And during that time it was quite difficult to receive the book or the word of God, and all the modern facilities that we now enjoy were not available at that time. നമ്മുടെ കർത്താവ് സംസാരിച്ച ആദ്യത്തെ ഭാഷ അരാമിക് ഭാഷയായിരുന്നു. And we know that the first language that God spoke was Aramaic. പിന്നീട് ഇത് ഈ വേദപുസ്തകം ട്രാൻസ്ലേഷൻ സെപ്റ്റുവേജിന്റിലേക്ക് വരുവാനിടയായി തീർന്നു. അടുത്തൊരു ട്രാൻസ്ലേഷനിലേക്ക് വരാനിടയായി. However, this book was then it was then translated into another translation into another language. പിന്നീട് എബ്രായ ട്രാൻസ്ലേഷനിലേക്ക് വരുവാനിടയായി തീർന്നു. എബ്രായ ട്രാൻസ്ലേഷൻ. And then it was translated into Hebrew. പിന്നീട് ഏതൻസിലെ ഗ്രീസിലെ തത്വശാസ്ത്രം വളർന്നതോടുകൂടി ഗ്രീക്കിന്റെ ട്രാൻസ്ലേഷൻ വരുവാനിടയായി തീർന്നു. And then when the philosophical thinking in Greece, when it increased, it was translated into Greek language. ഇങ്ങനെ കൈമറിഞ്ഞാണ് വേദപുസ്തകം ഇന്ന് ഈ നിലയിൽ നമുക്ക് നമ്മുടെ കരങ്ങളിൽ തന്നത്. ഇത്ര മനോഹരമായ രീതിയിൽ ബൈബിൾ വായിക്കാൻ, ധ്യാനിക്കാൻ ദൈവം നമുക്ക് തന്ന ബൈബിൾ എല്ലാവരും കരങ്ങളെടുത്ത് സ്തുതിക്കാം. Praise the Lord. Let's lift our hands and praise God for this beautiful Bible that God has given in our hands, because this Bible had to undergo all of these processes that we just mentioned. 1500 വർഷങ്ങൾ കൊണ്ട് 40 എഴുത്തുകാരാൽ അതിനകത്ത് എഡ്യൂക്കേഷൻ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, രാജാക്കന്മാരുണ്ട്, മുഖ്യന്മാരുണ്ട്,
അതുപോലെ തന്നെ അധ്യാപകരുണ്ട്. ഇങ്ങനെ ഇവർ ചേർന്നാണ് വിശുദ്ധ വേദപുസ്തകം എഴുതിയത്. And throughout 1500 years, there were around 40 Bible scholars or people, learned people during that time who decided to write the chapters or who decided to translate the word of God. ബൈബിളിൽ നമ്മൾ നോക്കിയാൽ ലോകത്തിൽ പലതിനും ഉത്തരം തരാൻ കഴിയാത്തതിന് വിശുദ്ധ ബൈബിളിന് മറുപടി തരാൻ കഴിയും. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. And for that we can praise God, because there are so many things in the world that doesn't have any answers. However, in the word of God we can find answers to all our questions. ഇതിനകത്ത് ലോകത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ പലതും പറയുന്നെങ്കിലും അതിന്റെ പൂർണ്ണരൂപം പറയുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഉൽപ്പത്തി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. However, we know there are several theories that we listen to, that we hear about the evolution. However, we know how exactly the world came into being. പിന്നെ ഇതിനകത്ത് മനുഷ്യന്റെ ജീവൻ എങ്ങനെ, നമുക്കൊക്കെ ജീവൻ തന്ന കർത്താവ് ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് ശാസ്ത്രജ്ഞനത്തിനോ അല്ലെങ്കിൽ ലോകത്തിനൊന്നും പറയാൻ കഴിയത്തില്ല. എന്നാൽ വിശുദ്ധ ബൈബിളിനെ മനുഷ്യനിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് ഉത്തരം പറയാൻ കഴിയും. We also know there are several theories that is now revolving around that determine or that claim that this is how life came into the whole world. However, we know from the word of God how life came into existence. ഇതിനകത്ത് ഒരു വലിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. And we can also see the history in this book. ഇതിനകത്ത് ഭൂമിശാസ്ത്രം നമുക്ക് കാണാൻ കഴിയും. We can see geographical things in this book. ഈ ബൈബിളിൽ നിത്യ നരകത്തെക്കുറിച്ചും നിത്യ സ്വർഗ്ഗത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In this word, in the word of God, we read about heaven, we read about hell. എന്നാൽ ബൈബിളിന്റെ കേന്ദ്ര വിഷയം നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ബൈബിളിലെ കേന്ദ്ര വിഷയം നമുക്ക് കാണാൻ കഴിയും. How we know the center, the topic of discussion in the word of God throughout is that the man who went astray from the love of God was brought back, was reconciled by the crucifixion of Lord Jesus. ദൈവത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു മനുഷ്യൻ ദൈവത്തോട് അടുക്കണം. അതിന് മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു ഭൂമിയിൽ. And we know that God had a great desire that human beings, that mankind should be reconciled back to him, and that is why God had been creating opportunities from time to time. ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം സന്തോഷത്തിന് വേണ്ടി പോയിട്ട് ലഭിക്കാതെ വരുന്ന വഴിയിൽ തനിക്ക് ലഭിച്ച സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. And here in the chapter that we read, this eunuch, he went to receive that joy or experience that joy and gladness in that feast. However, he did not experience that, and on his way back to home is where he actually experienced that joy. മനുഷ്യൻ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഹൃദയത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ ഒരു നിറവുള്ളൂ. And we know that, we all know that no matter a human being, a man may possess the whole world. However, if he doesn't have peace or joy in his heart, he is nothing. എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിന് എല്ലാം ഉണ്ട്, പക്ഷേ സന്തോഷമില്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ യെരുശലേമിലെ പെരുന്നാളിന് പോയത്. And this eunuch, this man, he had everything in his life. He was a finance minister at that time, but however he did not have that joy, and to experience that or see that is why he came to Jerusalem. എന്നാൽ അദ്ദേഹത്തിന് വഴിമധ്യേ സന്തോഷം ലഭിച്ച അനുഭവമാണ് നമ്മൾ വായിച്ചത്. However, in this chapter we read that how on his way back home he received that joy or experienced that joy. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സന്തോഷം ലഭിക്കാൻ ഇടയായത്? And what was the reason of his joy there? ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് അല്പം ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And that is what we're going to see today from the word of God. എന്തുകൊണ്ട് ഷണ്ണന് സന്തോഷം ഉണ്ടായി? And why was that eunuch overjoyed, or why did he rejoice? വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിൻ്റെ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകാനുള്ള കാരണം അതിൻ്റെ 28-ാം വാക്യത്തിലേക്ക് മാത്രം ഒന്ന് വായിക്കാം. And the first reason that why this eunuch was overjoyed, and the reason we can see in verse 28. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടക്കപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അവിടെ നമുക്ക് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ സന്തോഷം ഉണ്ടാകാനുള്ള ആരംഭ കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. And the most important reason, or the first reason that why this man was overjoyed, is because he had a book in his hand. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എപ്പോൾ മാനസികമായി സന്തോഷം നഷ്ടപ്പെടുവോ, ഈ ദൈവത്തിൻ്റെ വചനം, പ്രൈസലോ, കരങ്ങളൊന്നും എടുത്താട്ടെ, ദൈവത്തിന് സ്തോത്രം, ഈ വചനം എടുത്ത് ഒന്ന് വായിച്ചാൽ ഒരു വലിയ സന്തോഷം കിട്ടും. And even in our lives, even in amidst all the trials and problems that we experience, if we decide to take this word of God in our hands and read from it, our problems shall be vanished. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഒരുപോലെ ഇരിക്കുകയില്ല. And the joy in our life might not be constant. എന്നാൽ നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം
നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആത്മാവിലൊരു സന്തോഷം ലഭിക്കും. However, when we read from the word of God, that is when we experience that joy in spirit. ഇവിടെ ഈ മന്ത്രിക്ക് സന്തോഷം ഉണ്ടാകാനുണ്ടായ ഒന്നാമത്തെ കാരണം, അദ്ദേഹം ഒരു ഉന്നത മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈവശം ദൈവത്തിൻ്റെ വചനം, യെശയ്യാ പ്രവചനം തൻ്റെ കയ്യിലുണ്ടായിരുന്നു. And the first reason that why this man was overjoyed is because he had the book of prophet Isaiah in his hand. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പ്രധാന കാരണം ദൈവം നമുക്ക് തന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം തരും. And one of the most important reasons that why we rejoice, that why we have this joy in our hearts, is because we have the word of God with us. ദൈവവചനം വായിക്കുന്ന ദൈവമക്കളാണ് ഇന്ന് പകൽ എൻ്റെ മുൻപിലുള്ളത്. And I believe that you all read from the word of God and meditate. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് രോഗം വരുമ്പോൾ പെട്ടെന്ന് ദൈവവചനം നമ്മളോട് പറയും. എന്താ പറയുന്നത്? നിങ്ങളൊന്ന് പറയാമോ? പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ പറയും, എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. And when we experience some sort of physical ailments, or when we fall sick, when we read the word of God, from the word of God we would get the word that through my stripes you are healed. അങ്ങനെ അനുഭവപ്പെടുന്ന ദൈവമക്കൾ കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. And those who have experienced that, just lift your hands and praise God. പെട്ടെന്ന് ഒരു രോഗം വരുമ്പോൾ നമ്മുടെ തലയിൽ ആരും പറയണ്ട, പെട്ടെന്ന് പറയും, എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമീൻ ആമീൻ ആമീൻ. കാൽവറിയിൽ അവൻ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്ന വചനം നമ്മൾ അറിയാതെ ഉരുവിടും. And then when we experience some sort of sickness, or when we are affected by any sort of physical ailment, immediately Holy Spirit would remind us from this word of God that by his stripes I'm healed, and because of my Lord's crucifixion I've been completely healed from all sicknesses. അതുപോലെ നമ്മൾ സ്തോത്രം, ഇപ്പോൾ നമ്മൾ സ്തോത്രം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ കടന്നാൽ നമുക്കൊരു സ്തോത്രം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നുമ്പോൾ ദൈവവചനം പറയും, നീ മുങ്ങിപ്പോകുകയില്ലെന്ന്. And when you experience some sort of trial, some sort of problems which are as deep as any water body that you see around you, that is when the word of God would strengthen you and talk to you in your heart that you will not drown in it. അതുപോലെ പരിശോധന ഇങ്ങോട്ട് കൂടി വരുമ്പോൾ, തീ പോലുള്ള പരിശോധന വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയും, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. And when you shall experience trials in your life that are as similar as a burning furnace, the word of God would remind you that you will not be consumed in that fire. ഹല്ലേലൂയ. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരിക്കൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് ആരുമില്ലല്ലോ, സ്വതന്ത്രം പേസ്കോൾ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ നമ്മോട് പറയും, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. And many a times we might think that, Lord, I'm alone, I don't have anyone in this world. The word of God would talk to you that I will be with you throughout the end of this world. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ളവർ ഓർക്കുക, എനിക്ക് ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, എനിക്ക് സ്തോത്രം, എന്നെ സഹായിപ്പാൻ എന്നോടുകൂടെ എൻ്റെ കർത്താവ് ഉണ്ട്. And when you are down thinking that, Lord, there's no one with me, there's no one to help me, then that time the word of God would strengthen you by saying that the Lord Jesus is with you to the end of the world. ജീവിതത്തിൽ ഏകാന്തത അനുഭവപ്പെടുമ്പോൾ ദൈവവചനം പറയും, ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി, ഏകാഗ്രതയോടിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അവരുടെ ജീവിതത്തിൽ ബലവാനെന്ന് കാണിക്കുമെന്ന്. And when you are lonely in your life, when you feel that, Lord, I'm completely lonely in this world, at that time the word of God would strengthen you by saying that those who are devoted to the Lord, those who diligently seek the Lord, to them God shall reveal himself. ഏകാഗ്രത ലഭിച്ചാൽ ഏകാഗ്രചിത്തനായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടും. And when you decide to be completely diligently seek him, or when you decide to completely devote yourself to him, then Lord shall reveal in your life. അപ്പോൾ ദൈവത്തിന്റെ വചനം തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് തന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമായി തീർന്നു. And here we know this man had this word of God in his hand, and that marked a turning point in his life. ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ച ദൈവവചനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. Let us praise God for this word of God that we have in our hands. Praise the Lord. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് ധനകാര്യ മന്ത്രിയുടെ കയ്യിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദൈവത്തിന്റെ വചനം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകമുണ്ട്. And here we know that this man had this book of prophet Isaiah in his hands. അത് മാത്രമല്ല, തനിക്ക് സന്തോഷിക്കാനുണ്ടായ മറ്റൊരു രണ്ടാമത്തെ കാരണം എന്നെ ചിന്തിപ്പിച്ചത്, and the second reason why this man was overjoyed, പ്രൈസ് ദി ലോർഡ്, തനിക്ക് നല്ല ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. and he had that good desires in his heart. ഇതുപോലെ ആഗ്രഹമുള്ള, കർത്താവിൽ നല്ല ആഗ്രഹങ്ങളുള്ള ഒരു കരങ്ങളോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. I praise God for those people who have those good desires in their heart. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുള്ളവരാണ്. And I know that you all have good desires towards the Lord. ഇവിടെ ഈ മന്ത്രിക്ക് ഒരു പ്രത്യേകത, മറ്റു മന്ത്രിമാരെക്കാൾ ഒരു പ്രത്യേകത, എത്യോപ്യ മന്ത്രിയുടെ പ്രത്യേകത, തനിക്കൊരു ആഗ്രഹം, ഈ യഹൂദന്മാരുടെ സന്തോഷം എന്താണ്, ഇവർ ഈ പെരുന്നാൾ കൂടുന്ന ഈ സന്തോഷം എന്താണ്, അതൊന്ന് അറിയണം,
ആ ഒരു ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. And one of the peculiarities or one of the unique features that this man possessed is that he had that desire to know that what is the sort of joy that these people experienced during the feast. ആമേൻ, ഹല്ലേലൂയ. ആ തൻ്റെ ആഗ്രഹമാണ് തൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണമായി തീർന്നത്. And the desire that he had led him to experience that joy in his life. അപ്പോൾ നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കുന്ന ദൈവമാണ്. So we know that our God shall fulfill all the good desires of our heart. Praise the Lord. സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 20-ാം സങ്കീർത്തനത്തിൽ നിന്റെ ഹോമയാഗം ദൈവം കൈക്കൊള്ളുമാറാകട്ടെ, നിന്റെ ആഗ്രഹമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. And in the book of Psalms, when we read there, we see that the word of God teaches us that may God fulfill or grant all the good desires of your heart. നിന്റെ ആഗ്രഹമൊക്കെ അവൻ നിവർത്തിക്കട്ടെ, നിന്റെ ഹോമയാഗം അവൻ കൈക്കൊള്ളുമാറാകട്ടെ. And may he accept all your thank offerings, and may he fulfill all the desires of your heart. എന്നാൽ 21-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആമേൻ, എൻ്റെ ആഗ്രഹം അവൻ എനിക്ക് നൽകി എന്ന് കാണുന്നുണ്ട്. However, in the book in Psalms chapter 21, when we read there, we see that the psalmist says that he has granted me the desire of my heart. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആഗ്രഹം, ആമേൻ, നിവർത്തിക്കട്ടെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ 21-ാമത്തെ സങ്കീർത്തനത്തിൽ വന്നപ്പോൾ ദൈവം ആഗ്രഹം നൽകി. And we know that initially we read, it says that may God grant or fulfill all the desires of your heart. But when we come to chapter 21, there it says that my God has granted the desire of my heart. Praise the Lord. ദൈവമക്കൾ ആഗ്രഹിക്കുന്ന നല്ല ആഗ്രഹങ്ങളെ ദൈവം നടത്തി തരുന്ന ദൈവമാണ്. And our God shall fulfill all the good desires that we have in our heart. Praise the Lord. നമുക്ക് ദൈവസന്നിധിയിലുള്ളതായ ആമേൻ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ ഹല്ലേലൂയ അവൻ നമ്മളെ തുറമുഖത്ത് എത്തിക്കുന്ന ദൈവമാണ്. And our God is a God who shall help us safely reach onto that other shore, and he shall fulfill all the good desires of our heart. നമ്മളിങ്ങനെ 107-ാം സങ്കീർത്തനത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ അവരെ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. And in other verse in the book of Psalms, we read that there it says that God made him reach onto that shore, onto that place that he desired. ഇന്നപോലെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വെറുതെ അല്ല, കാലങ്ങൾ കഴിയുമ്പോൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ദൈവം എത്തിക്കും. And you who have great desires in your heart, and when you pray to God, it is not in vain, but God shall answer your prayers. എന്നാൽ ഒരു പൂർത്തീകരണം തുറയിലെത്തിക്കുകയില്ല, പലതിലും തുറയിലെത്തിക്കുകയില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നിന്നെ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ദൈവം എത്തിക്കും. When the devil tries really hard to threaten you and by saying that I will not allow you to reach onto that other shore, I'll not let your desires be fulfilled, but our God is faithful enough to fulfill all the good desires of our hearts. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആഗ്രഹിച്ച് പകുതി വന്നിട്ട് അലയുന്ന അനുഭവമല്ല, പൂർത്തീകരിക്കാത്ത അനുഭവമല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്നെ പൂർത്തീകരിക്കത്തക്കവണ്ണം ആഗ്രഹിച്ച ഒരു തുറമുഖത്ത് ആമേൻ നിന്റെ വിഷയത്തെ എത്തിക്കുമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ എനിക്ക് പറയുന്നതിൽ ഒരു നിയോഗമുണ്ട്. And today the Holy Spirit wants to talk to us through this verse, is that our God is not a God who shall leave you halfway wherever you are, but he is a God who shall let you walk onto that other shore, and he shall fulfill the good desires of your heart. ആമേൻ, ഹല്ലേലൂയ. പലതിലും ആമേൻ അതിന്റെ ഫിനിഷിംഗിൽ എത്താൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികളിൽ മറികടക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്നവരും സൂമിലൂടെ എന്നെ കേൾക്കുന്നവരുമായുള്ളവരെ ആഗ്രഹിച്ച വിഷയത്തെ ഒരു തുറമുഖത്ത് ദൈവം എത്തിക്കുന്ന ദൈവമാണ്. And when several people who have gone ahead of us, we know that they were not able to fulfill their desires, were not fulfilled, their desires were not granted, and they were left halfway. But then we who pray to God, and we who have good desires in our heart, God shall answer our prayer, and he shall fulfill the good desires of our heart. നമ്മളെ കർത്താവ് അറിയുകയും ഹല്ലേലൂയ ദൈവസന്നിധിയിലുള്ള നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. And we know that our God knows us completely in and out, and he shall fulfill all the good desires of our heart. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ഹൃദയവാഞ്ഛ. And we know that Apostle Paul once said that the greater desire in my heart is that they should be saved. ഇന്ന് പകൽ ഹല്ലേലൂയ ഈ മന്ത്രിക്ക് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകാനുണ്ടായ രണ്ടാമത്തെ കാരണം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നല്ല ഒരു ആഗ്രഹമുള്ള മനുഷ്യനായിരുന്നു. And second reason why this minister, this man here, he had that he experienced that joy is because he had that good desire in his heart. കഴിഞ്ഞ നാളുകളിൽ പലതും നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് നമ്മൾ പലരും ഈ നിലയിൽ നമ്മൾ എത്തിപ്പെടാനിടയായി തീർന്നത്. And in the last days, in the last month or weeks, we would have had such good desires in our heart, and that is why we are able to come here and have this fellowship. നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു, ഹല്ലേലൂയ, നമ്മുടെ പിതാവിന്റെ ആഗ്രഹമായിരുന്നു
മാതാവിൻ്റെ ആഗ്രഹമായിരുന്നു, എൻ്റെ സഹോദരൻ്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാനിങ്ങനെ വന്നത് എന്നൊക്കെ സാക്ഷ്യങ്ങൾ കേൾപ്പാനിടയായല്ലോ. And then we also listen to beautiful testimonies where our brothers and sisters testified, saying that it was my father's desire, it was my mom's desire, it was my brother's desire that I should be here or here in this position. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവമാണ്. You have good desires in your heart, God shall open ways for you. അടുത്ത് തന്നെ ഈ മന്ത്രിയെക്കുറിച്ച് ചിന്തിപ്പിച്ചത്, ഇദ്ദേഹത്തിന് നല്ല ഒരു ദൃഷ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ആമേൻ സ്തോത്രം വായിച്ചു വന്നപ്പോൾ പ്രധാന ഭാഗത്തിൽ അദ്ദേഹം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. Thirdly, the third reason why he experienced that joy is that he had a good vision, or he paid attention to details, and that is that is why his eyes struck onto the phrase, onto the book that he was reading. നിങ്ങൾ ഓർക്കണം, എത്യോപ്യക്കാരനാണ്, ആഫ്രിക്കയാണ്, ഇന്നത്തെ സൂഡനാണ്. ദൈവത്തെ പറ്റിയോ വചനത്തെ പറ്റിയോ അറിയില്ല, പക്ഷേ തൻ്റെ ദൃഷ്ടി ആമേൻ ഹല്ലേലൂയ താൻ ആഗ്രഹിച്ച വിഷയത്തെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. We know that this man, he came from a country probably there they might have not known about Lord Jesus, about God or anything, but then he because he had that good vision, he had that good attitude in his life, that is why he was able to read that para and that catched his attention. അപ്പോൾ നോക്കുക, മന്ത്രിയുടെ കയ്യിൽ പുസ്തകമുണ്ട്, ഹൃദയത്തിലാണ് ആഗ്രഹം ഇരിക്കുന്നത്. And then he had that book in his hand and he had that good desire in his heart. എത്ര പേർക്ക് ദൈവവചനം മനസ്സിലാകുന്നവരുണ്ട്? How many people to grasp what is being said? മന്ത്രിയുടെ കയ്യിൽ പുസ്തകം ഇരിക്കുകയാണ്. And this minister had the book in his hand. ഹൃദയത്തിനകത്ത് നല്ലൊരു ആഗ്രഹമുണ്ട്. In his heart he had a good desire. എന്നാൽ കണ്ണുകൊണ്ട് താൻ കാണുന്നത് ആമേൻ അറക്കുവാനുള്ള ആടിനെ കൊണ്ടുപോകുന്ന പോലെ യേശുക്രിസ്തുവിലേക്ക് താൻ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. However, when he was reading that para, his eye got attention onto the line that said that they took Lord Jesus for the crucifixion, as if taking a lamb to be slain. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതെല്ലാം കൂടെ ആമേൻ ഹല്ലേലൂയ ഒരുമിച്ച് വന്നെങ്കിലേ ഒരു ദൈവകൃപയുടെ ആഴം നമ്മളിൽ വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. Only if we have the presence of Holy Spirit in our lives, only then these things would fall in order, would fall in place, and then God's work shall be revealed in our lives. ഈ മന്ത്രി വലിയ അസാധാരണ മനുഷ്യനൊന്നും അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട കാര്യം ക്രമമായി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ആത്മീയ സന്തോഷമുണ്ടായി. This man was not some extraordinary man. He was as human as you and me, but then he did things in the right order, and that's what yielded fruit in his life. എത്ര പേരെന്ന് പോലെ ശ്രദ്ധിക്കുന്നത്, കയ്യിൽ തന്റെ ദൈവത്തിന്റെ വചനമുണ്ട്. And we know that he had the word in his hand. ഹൃദയത്തിൽ ഒരു ആഗ്രഹം, എങ്ങനെയാലും എനിക്ക് യെരുശലേമിൽ പോകണം, ഒരു സന്തോഷം വേണം, ഒരു ആഗ്രഹം ഹൃദയത്തിലുണ്ട്. And that he had that good desire in his heart that I have to reach Jerusalem, I have to experience that joy. അപ്പോൾ തന്നെ താൻ ആഗ്രഹിച്ച വിഷയത്തിൽ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആമേൻ ആ കർത്താവിനെ, ആ കുഞ്ഞാടിനെ കാണുവാൻ ഇടയായി തീർന്നു. And because he was focused onto the desire that he had in his heart, he was able to find that para where he read about Lord Jesus. ഓ ദൈവത്തിന് സ്തോത്രം. തന്റെ ദൃഷ്ടി, തന്റെ കണ്ണ് അതിൽ പതിയുവാൻ ഇടയായി തീർന്നു. And because he was focused onto his desire, onto his goal, that paragraph caught attention. പതിഞ്ഞെങ്കിലും അതൊന്ന് മനസ്സിലാക്കാൻ തന്റെ കാഴ്ച ആമേൻ ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. And then he read that way he did not understand that he is trying to focus onto it. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. നോക്കുക, ധനകാര്യ മന്ത്രിയുടെ ആമേൻ സ്തോത്രം കൈയും ഹൃദയവും കണ്ണും ആമേൻ ഒരുപോലെ പോവുകയാണ്. And here we know that this finance minister, this man, his hands, his eyes and his heart are all in one accord. കയ്യിൽ ദൈവത്തിന്റെ വചനം, ഹൃദയത്തിൽ ആഗ്രഹം, കണ്ണിന്റെ ദൃഷ്ടിയിൽ വായിച്ചപ്പോൾ അറക്കുവാനുള്ള ആട് ആ ക്രിസ്തുവിലേക്ക് തന്റെ കണ്ണിനെ കേന്ദ്രീകരിക്കുവാൻ ഇടയായി തീർന്നു. And then he had the word of God in his hand, he had that good desire in his heart, and he had that vision, he was focused in his mind, and that is why he was able to read that paragraph. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ ഇടയായി തീരും. So which means even in our life, when we decide to do things in order, if we decide to keep things in order and do whatever we are supposed to do, God shall work the rest. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഭാഗം ദൈവം ഒട്ടും നിർത്തത്തില്ല. ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ ചെയ്ത് തരുമെന്ന് ഉറപ്പുള്ളവര് കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise God for those people who have that confidence in their God, that if I fulfill all my responsibilities, if I do everything that I'm supposed to do, God shall do the rest in my life and he shall do wonders. എനിക്ക് മനസ്സിലായത് ഈ മന്ത്രിയുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. And here this man, all his 5 senses were surrendered unto the Lord's presence. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? And what are our 5 senses that we have? നമ്മുടെ കയ്യ്, നമ്മുടെ കണ്ണ്, നമ്മുടെ ആമേൻ സ്തോത്രം ഹൃദയം, ഇതെല്ലാം യേശുവിൽ സമർപ്പിച്ചാൽ ഇന്ന് പകൽ ഈ ആരാധനയിൽ ഒരു വലിയ സന്തോഷം വന്നതുപോലല്ല.
ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സൂമിലൂടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് മൂന്നുമാണ് സന്തോഷത്തിന്റെ പ്രധാന കാരണം. And even like this man, if we decide to submit and surrender ourselves, our hands, our heart, our eyes, our focus, our vision, everything into Lord's presence, then we shall not go back in the way that we came here, but we shall be filled with that joy. അത് മാത്രമല്ല, സ്തോത്രം, ഫിലിപ്പോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ വേഗത്തിൽ ഓർപ്പിക്കുകയാണ്, നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? And here Philip, we know he asked this man a question that, do you believe in this Jesus? ഉടനെ നാക്കുകൊണ്ട് പറയാണ്, ഞാൻ ഭാഗ്യമായിട്ടല്ല, അല്പവിശ്വാസിയല്ല, ഇടയ്ക്കിടയ്ക്ക് വിശ്വസിക്കുന്ന ആളല്ല, പ്രശ്നം വരുമ്പം വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. And we know here this man, he confessed completely with his mouth, saying that I completely trust, I completely believe in this Lord Jesus. കർത്താവിന്റെ കാലത്ത് അല്പവിശ്വാസികൾ ഉണ്ടായിരുന്നു. We know that during the time of Jesus, there were people who were of വിഷയമുള്ള little faith. ഡൗട്ടുള്ള വിശ്വാസികൾ There were ഉണ്ടായിരുന്നു. people who had a lot of doubts in their heart. വിശ്വാസമേ And there ഇല്ലാത്തവരുണ്ടായിരുന്നു. were people who had no trust or no faith in God. എന്നാൽ ഈ ആഫ്രിക്കക്കാരനായ ധനകാര്യമന്ത്രിയെ നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിന് നാക്കുകൊണ്ട് പറയാണ്, യേശു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. However, this man here is confessing with his mouth, he's surrendering and saying that I completely believe on this Lord Jesus. അപ്പോൾ അദ്ദേഹത്തിന്റെ നാക്കുകൊണ്ട് ഒരു കൺഫെഷൻ അതിന് ഏറ്റുപറയുകയാണ്, എൻ്റെ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വിടുതൽ തന്റെ ജീവിതത്തിൽ സന്തോഷമായി മാറി. And when he confessed it with his mouth, and that's when that joy, he was able to experience that joy. ഇന്ന് പകൽ നമ്മുടെ നാവും കർത്താവിന് വേണം. Our Lord wants our tongue or our നമ്മുടെ mouth. കംപ്ലീറ്റ് നാവും കർത്താവിന് വിട്ടുകൊടുക്കുന്ന ഉറപ്പുള്ള ഒരു കാര്യങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. And if you have that confidence in Lord that I'm ready to completely surrender my tongue, my mouth എനിക്കൊത്തിരി unto you. സന്തോഷമുണ്ട്. നമ്മുടെ നാക്ക് വേറൊന്നുമല്ല, യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ നാക്ക് തരികയാണ്. Lord, I'm completely surrendering my tongue, my mouth for you. ഈ നാക്ക് ക്രൂശിച്ച നാക്കാണ്. We know that this tongue was crucified, എല്ലാം പറയാൻ പറ്റുകയില്ല. and we cannot say everything. ഈ നാക്ക് ഒരിക്കൽ കർത്താവിന് വേണ്ടി കൊടുത്തതാണ്, ജീവിതാന്ത്യം വരെ കർത്താവിന് വേണ്ടിയുള്ള നാക്കാണ്. And once we have surrendered ourselves, submitted this tongue, this mouth for the Lord, and that is why we cannot say everything and anything. ഹല്ലേലൂയ. ദൈവം തന്ന നാവ് കൊണ്ട് പാടുവാൻ, ആരാധിപ്പാൻ, സ്തുതിപ്പാനൊക്കെ ദൈവം അവസരം തന്നല്ലോ. അല്ല ഇന്നത്തെ അവസരം ഇനി നാളെ കിട്ടുകയില്ല. എത്ര പേർ നാവ് കൊണ്ട് ദൈവത്തെ ഇന്ന് പകൽ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. And with the mouth that Lord has given us, how many people here can praise and worship God with that mouth? ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, ഈ ധനകാര്യ മന്ത്രി സ്തോത്രം ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ്. And we know that here this man, this eunuch, he had no relationship with God. പക്ഷേ അദ്ദേഹത്തെ നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. But today in this meditation we were able to focus on the good deeds that he did, or the good things that he possessed. നമ്മൾ ചിന്തിച്ചു വന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ ദൈവത്തിന്റെ വചനമാണ്. We know that we meditated that he had the word of God in his hand. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങളുണ്ട്. In his heart he had good desires. തന്റെ ദൃഷ്ടി യേശുക്രിസ്തുവിൽ He കേന്ദ്രീകരിച്ചു. was focused onto Lord Jesus. എന്നിട്ട് തന്റെ നാവ് കൊണ്ട് താൻ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് നാവ് ഉപയോഗിക്കുവാൻ തുടങ്ങി. And then he completely believed on Lord, and he confessed this with his mouth. നോക്കുക, ശരീരത്തിന്റെ അവയവങ്ങൾ കംപ്ലീറ്റ് യേശുവിന് വേണ്ടി അറിയാത്ത ഒരു മനുഷ്യൻ വിട്ടുകൊടുത്തപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഈ മനുഷ്യൻ ഒരു സന്തോഷം കൊടുത്തേ പറ്റൂ. And this man who had no previous relationship with God, he decided to surrender his 5 senses unto God, and that is when God decided that I shall let him experience that joy. ഇദ്ദേഹം സൂഡനിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ ഇസ്രായേലിൽ നിന്ന് സ്തോത്രം ഫിലിപ്പോസിനെ ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ദൈവം വിടുകയാണ്. And you know, this man, he traveled long distance from his homeland, and there God is sending Philip to him. നോക്കുക, ഇദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു നല്ല കൂട്ടുകാരനെ ദൈവം കൊടുത്തു. And not to experience that joy, God gave him a good friend in Philip. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇത്രയും കാര്യങ്ങൾ ക്രമീകരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ നമ്മുടെ അടുക്ക തന്നെ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മറുപടി കൊണ്ട് തരും. ദൈവത്തിന്റെ And സ്തോത്രം. even in our lives, if we decide to surrender ourselves completely, if we decide to submit and surrender our 5 senses unto God, then God shall surely answer our എനിക്ക് ഭയങ്കര prayers. സന്തോഷം. നല്ല ഒരു ഒത്തുചേരൽ, നല്ലൊരു സംഗമം, പ്രൈസ് ദി ലോർഡ്, ഒരു നല്ല കൂട്ടുകാരനെ തനിക്ക് കിട്ടി. And here he had a good fellowship, he had a good meeting with Philip. നല്ല ഫ്രണ്ട്സിനെ കിട്ടിയ ഒരു സന്തോഷമാണ്. പ്രൈസ് ദി And ലോർഡ്. we have that joy when we have good friends in our lives. തന്റെ ഹൃദയത്തിലിരുന്ന ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവം തമ്പുരാൻ തന്റെ ഹിതം അറിഞ്ഞ ഒരു നല്ല ഫ്രണ്ട്സിനെ തനിക്ക് കൊടുക്കുകയാണ്. And God understood the good desire that this man had, and he gave him a good friend like Philip. ഫിലിപ്പിനെ ദൈവം ഈ ഷണന്റെ അടുക്കൽ വരാൻ കാരണം അവന്റെ ആഗ്രഹവും അവന്റെ സമർപ്പണവും
അവൻ്റെ ഹൃദയവും അവൻ്റെ നാവും അവൻ്റെ കണ്ണും പ്രൈസലോ അവൻ്റെ ആമിൽ സ്തോത്രം കൈയും എല്ലാം ദൈവം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഹല്ലേലൂയ ആമിൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ അടുക്കലേക്ക് ദൈവം ഒരുവനെ അയക്കുകയാണ്. And when God looked on to this man from heaven, he saw that he had a complete surrender in his heart. He had surrendered all his five senses unto the Lord, and that is why God sent Philip unto him, and he did fulfill the good desires of his heart. ഫിലിപ്പ് ആരാണെന്ന് അറിയാമോ? And do you know who Philip was? യേശുവിനെ പ്രസംഗിക്കുന്നവനാണ്. And he was the one who was preaching about Jesus. ഫിലിപ്പ് ആരാണെന്ന് അറിയാമോ? And do you know who Philip was? ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നവനാണ്. He was preaching about the kingdom of God. ഫിലിപ്പ് ആരാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്? And what do we understand about Philip? ആത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണ് ഫിലിപ്പ്. He was a man who was filled with Holy Spirit. ദൈവശക്തിയാൽ നിറഞ്ഞ വ്യക്തിയാണ്. He was a man who was filled with the power of God. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഒരു മറുപടിയുണ്ട്. തെറ്റുപറ്റുകയില്ല. സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹം അറിഞ്ഞ് ആമേൻ അല്ലേ ഫിലിപ്പോസിനെ ഷണ്ണന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. And then those who have that good desires in their heart, when you continue to pray, God who understands their good desires has sent Philip onto him. നമ്മുടെ ആഗ്രഹം ദൈവവചനപ്രകാരവും ദൈവ ആലോചനപ്രകാരവും ദൈവ വ്യവസ്ഥപ്രകാരമാണോ? നിശ്ചയമായിട്ടും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന് ആമേൻ ആമേൻ നമുക്ക് വേണ്ടി സന്തോഷിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് ഇന്ന് പകൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. Today we would like to proclaim, we would like to give you that confidence in your heart that if you have that good desires in your heart according to the word of God, according to the will of God, then God shall surely fulfill the good desires. നോക്കുക, കയ്യിൽ ദൈവവചനമുള്ള ഹൃദയത്തിൽ ആഗ്രഹമുള്ള ആമേൻ ദൃഷ്ടിയിൽ യേശു ഉള്ളതായ നാവുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്ന സ്തുതിക്കുന്ന ഈ ആമേൻ സ്തോത്രം മനുഷ്യന്റെ ആമേൻ പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവകൃപയുള്ള ഒരു മനുഷ്യനെ നല്ലൊരു സംഗമം, നല്ലൊരു ഒത്തുചേരൽ, നല്ലൊരു ഇണങ്ങിച്ചേരൽ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, തെറ്റുപറ്റുകയില്ല. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ദൈവം നല്ലൊരു സംഗമം തന്ന്, നല്ലൊരു ഒത്തുചേരൽ തന്ന്, നല്ലൊരു ഇടപെടൽ തന്ന് ദൈവം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ മാനിപ്പാൻ ഇന്ന് പകൽ ഇവനെതിരെ നടുവിലുണ്ട്. And we know that this man, this eunuch here, he had a good desire in his heart. He had a good vision. He was focused on to Lord Jesus. He had submitted his hands. He had the word of God in his hand. And because he had all those good qualities in him, that is why God worked on his behalf. നമ്മൾ ദൈവത്തിന്റെ ദിശയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ദിശയിൽ ഇറങ്ങി വരികയാണ്. And when they decide to focus on to Lord, and when we walk on to his direction, then God shall walk towards us. ദൈവം വിചാരിച്ചു സാധാരണപ്പെട്ട വ്യക്തിയല്ല, ആത്മനിറവുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന, യേശുവിന്റെ നാമത്തെക്കുറിച്ച് പറയുന്ന ദൈവത്തിന്റെ സ്തോത്രം ദൈവപ്രവൃത്തിയുള്ള ഒരു മനുഷ്യനെ അവന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. And God did not send an ordinary man to this minister, but God sent a man who was filled with the Holy Spirit, a man who had immense knowledge about the word of God. He sent Philip unto him. ഇന്ന് പകൽ കടന്നു വന്ന ദൈവമക്കൾ ഏതെങ്കിലും വിഷയത്തിൽ ആഗ്രഹിച്ചിട്ട് മറുപടി ഇല്ലാതെ ഡിലേ ആയിരിക്കുന്നു, ദൈവസന്നിധി നമ്മളൊന്ന് സമർപ്പിക്കുക. ഒരു വലിയ വിടുതലോടെ നമ്മൾ മടങ്ങാൻ പോകുകയാണ്. And you have good desires in your heart, and if you completely surrender over here in front of God's presence, then God shall fulfill those desires. ഇദ്ദേഹം സന്തോഷിച്ചത് ഗസയിൽ മരുഭൂമിയിൽ വെച്ചാണ്. And here he is experiencing the joy when he was in the wilderness. അവിടെ വെച്ച് തനിക്ക് ഒരു വലിയ സന്തോഷം ലഭിക്കുകയാണ്. And there he experienced that joy. നിങ്ങൾ ഓർക്കണം, തനിക്ക് സന്തോഷിക്കാൻ വകയില്ലാഞ്ഞിട്ടല്ല. And it is not that he did not have good things in his life. ലോകപ്രകാരം സന്തോഷിക്കാൻ താൻ ധനകാര്യമന്ത്രിയാണ്, ഫൈനാൻഷ്യൽ മിനിസ്റ്ററാണ്. And according to the worldly riches and worldly glory, he had everything at that time. രണ്ടാമത് തനിക്ക് നല്ല ഒരു പൊസിഷൻ ഉണ്ട്. And he enjoyed a good position, a noble position. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ വെച്ച് നോക്കിയാൽ നല്ലൊരു വെഹിക്കിൾ ഉണ്ട്, നല്ല ഒരു രഥത്തിലാണ് താൻ വരുന്നത്. And during those times he was actually traveling in a very good, in an expensive or in a very good carriage. അപ്പോൾ ലോകപ്രകാരം നല്ല വെഹിക്കിൾ ഉണ്ട്, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല പ്രിവിലേജ് പദവിയുണ്ട്, മന്ത്രിയാണ്. പക്ഷെ ഇതിന് തരാത്തത്, പ്രിവിലേജിന് തരാത്തത്, എഡ്യൂക്കേഷന് തരാത്തത്, വെഹിക്കിളിന് സന്തോഷം തരാൻ കഴിയാത്ത, വാഹനത്തിൽ പോലും ഒരു രഥത്തിൽ എന്തെല്ലാം ഉണ്ട് സന്തോഷിക്കാൻ, ഇതിലൊന്നും സന്തോഷിക്കാൻ കഴിയാത്ത ഒരു ആത്മസന്തോഷം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആത്മസന്തോഷം ദൈവം തരും. And you who pray onto God's presence, you come to God's presence and pray diligently in his presence, God shall fill your hearts, God shall fill your bodies with joy. നന്മകൾക്കായി സ്തോത്രം, ദൈവം തന്ന നന്മകൾക്കായി സ്തോത്രം.
many people can say that, Lord, എല്ലാവരും I thank പറഞ്ഞാട്ടെ, you. ദൈവം തന്ന വേക്കിളിനായി Lord, സ്തോത്രം, I thank you for all the blessings ദൈവം you have തന്ന given me. ഭവനത്തിനായി Lord, I സ്തോത്രം. thank you for the house that you have പക്ഷെ given me. ഇതൊന്നും എനിക്ക് അകത്ത് സന്തോഷം തരികയില്ല. എന്റെ ഹൃദയം സന്തോഷിക്കണമെങ്കിൽ എനിക്ക് കർത്താവിലൊന്ന് സന്തോഷിക്കണം. Lord, however, if I have to find that joy in my heart, then I need to experience that joy in you. ലോകത്തിലെ സന്തോഷങ്ങളൊന്നും ഈ മന്ത്രിക്ക് സന്തോഷം കൊടുത്തില്ല. And all the worldly joy that he had did not give any നമുക്കൊരു joy to this minister. പരിശുദ്ധാത്മാവിലെ സന്തോഷം നമുക്ക് വേണം. However, we need to experience that joy in Holy Spirit. ധാന്യവും വീഞ്ഞും ദൈവങ്ങൾ പറഞ്ഞാട്ടെ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നന്മയേക്കാൾ, വേക്കിളിനേക്കാൾ, ഭവനത്തേക്കാൾ, ലോകത്തിലുള്ള എല്ലാത്തതിനേക്കാൾ പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ് ഇന്ന് പകൽ ഈ ആരാധനയിൽ പകരുന്നത്. And all the privileges that you experience, all the good things, the worldly glory and riches that you experience will not give you that joy, but it is only the joy that you receive through Holy Spirit that we have here in this ഈ worship. പറയുന്നതെല്ലാം നമുക്ക് ആവശ്യമാണ് ഈ ലോകത്തിൽ. എന്നാൽ അതിനെ കവിയുന്ന ഒരു സന്തോഷം ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. And we who live in this world, we need to have all these worldly blessings or worldly things, but then we need to experience a joy much more beyond അവൻ that. സന്തോഷിച്ചുകൊണ്ട് അവന്റെ വഴിക്ക് പോയെങ്കിൽ, ഇതുവരെ കിട്ടാത്ത ഒരു സന്തോഷം അവന് കിട്ടിയെങ്കിൽ, ഇന്ന് പകൽ സൂമിലൂടെയും ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ദൈവമക്കളെ ഒരു സന്തോഷത്താൽ നിറയുമ്പോൾ നിന്റെ പ്രതികൂലം മാറും, നിന്റെ മാനസിക വിഷമം മാറും, നിന്റെ നിരാശ മാറും, നിന്റെ പ്രതികൂലം മാറും. സന്തോഷത്തോടെ ഈ ആരാധന കഴിഞ്ഞ് പോകത്തക്കവണ്ണം. And when you are filled with that spiritual joy, when you are filled with that joy in your spirit, and that's when all your trials, all your problems, your depression shall move away. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. Let's all stand up in His presence. മനസ്സിന്റെ വേദനയോടുകൂടെ വന്നെങ്കിൽ ഇന്ന് പകൽ ഒരു സന്തോഷത്തോടെ മടങ്ങി You പോകാം. have come here with a lot of problems and trials in your life. You should go back home with that joy. നമുക്ക് അറിയാവുന്ന പാട്ട് പാടി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. അടവി തരുക്കളിനിടയിൽ ഒരു കരങ്ങളടിച്ച ദൈവത്തിന് ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പുഷ്പം ശാരോനിലവേ താമരയുടെ താഴ്വരയിൽ പനിനീർ പുഷ്പം ശാരോനിലവേ താമരയുടെ താഴ്വരയിൽ വിശുദ്ധരിലാതിവിശുദ്ധനാവേ ആ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിലാതി വിശുദ്ധനാവേ ആ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശത്തരോ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോ
ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്താണച്ചോ ഭയപ്പെടേണ്ടായെന്നുറച്ചവനേ. ആമേ തിരുക്കരം നീട്ടിയെടുത്താണച്ചോ ഭയപ്പെടേണ്ടായെന്നുറച്ചവനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണ അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണ ആമേ വിശുദ്ധർ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. Amen. Every head bowed and every eye closed, please. Every head bowed and every eye closed, please. In these closing moments of this time of fellowship together, I'm prompted by the Holy Spirit to ask, has your love grown cold towards the Lord? Once you were really on fire for Him, you loved Him, but the circumstances of life have dulled your love and your service for Him. Even though you're able to come to church and you can sing the songs, you can look as though that everything's fine, but deep down there's a cry in your heart. There's only one who can satisfy, and that is our lovely Lord Jesus. And as every head is bowed and every eye is closed, if I'm speaking to you this afternoon, this evening, I'm going to ask you to make a stand for, I want to come back to the Lord. I want the Lord to light the fire in my heart again, in my spirit. I need you, Lord. I need you. If that's you, I'm going to ask you to do a simple thing. As every head is bowed and eye closed, just raise your hand very quickly and put it down. Thank you. Is there another? Thank you. Is there one more? Thank you. Thank you. Father, we pray for those that have raised their hands. Lord, we are on the brink. We have come to the edge to move forward in you together. And those, Lord, that have raised their hands, we pray that you'd rekindle that love in their hearts. We pray, lovely, precious Holy Spirit, warm their hearts, tenderize their hearts, make them soft again, we pray, that the good word of God will come and change them and empower them by your lovely Spirit. I lift everyone to you right now that has raised their hands. The Lord, you re-energize them. Lord, I pray that you'd give them the Holy Spirit again.
And that, Lord, in the days and weeks and months that lie ahead, we shall see a change. For the joy of the Lord shall come back. The joy of their salvation shall come back. And they will be a faithful witness for you to the whosoever who asks an answer of their faith. Now may the love of God and his sweet fellowship rest and abide with you all. May he watch over you. May even angels guard your way. May you know at the end of this day that you've walked with the Lord and he has been your blessing, especially those who've responded this afternoon. Bless those that are not with us, those that need a healing touch. We believe that you are still the God who heals. We believe you set free from sickness and disease. We thank you today, Lord, for the word of peace, the gospel of peace. We give you thanks, and all God's people said amen and praise the Lord. God bless you and have a great week. Amen.